നമസ്കാരം, മൈ വേൾഡിലേക്കും ഇന്നത്തെ ടാരോ റീഡിങ്ങിലേക്കും എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും എൻ്റെ വ്യൂവേഴ്സിനും എൻ്റെ പ്രിയപ്പെട്ട മെമ്പേഴ്സിനും സ്വാഗതം. ഗുഡ് ഈവനിങ്. ഇന്ന് മെയ് 31 തീയതിയാണ്, ഞായറാഴ്ച. ഫുൾ മൂൺ എനർജി ആണെന്ന്. അപ്പം ഈ ഫുൾ മൂണിൽ നിങ്ങൾക്ക് എന്തെല്ലാം അനുകൂലമായിട്ടുള്ള മാറ്റങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിലോട്ട് കടന്നു വരുന്നത് എന്ന് നമുക്ക് ടാരോ എനർജിയിലൂടെ ഡിവൈനോട് ചോദിക്കാം. ഇതിലെ പോസിറ്റിവിറ്റി നിങ്ങളിലേക്ക് ക്ലെയിം ചെയ്ത് യൂണിവേഴ്സിനോട് നന്ദി പറയാവുന്നതാണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. പേഴ്സണലായിട്ടൊരു റീഡിംഗ് എടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ കാര്യത്തിനൊക്കെ ഒരു വ്യക്തത ലഭിക്കുകയും യൂണിവേഴ്സിൻ്റെ ഒരു ഗൈഡൻസ് ലഭിക്കുകയും ചെയ്യുന്നതാണ്. അതേപോലെ എൻ്റെ ചാനൽ റീഡിംഗ് ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. അതേപോലെ ചാനലിൽ മെമ്പർഷിപ്പ് ഉണ്ട്. നിങ്ങൾക്ക് മെമ്പർഷിപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ചാനലിൽ കൂടെ തന്നെ ജോയിൻ ചെയ്യാവുന്നതാണ്. ചാനലിൽ ക്യാഷ് അടച്ച് നിങ്ങൾക്ക് മെമ്പർഷിപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. മെമ്പർഷിപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, അതിൽ ജോയിൻ ബട്ടണിൽ പ്രസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, മെമ്പേഴ്സിന് 10 ദിവസം കൂടുമ്പോൾ പേഴ്സണലായിട്ട് വാട്സപ്പിൽ കൂടെ ഞാൻ 2 കാർഡ് റീഡിങ് ഫ്രീ ആയിട്ട് ചെയ്തു കൊടുക്കുന്നതാണ്. അതെൻ്റെ മെമ്പേഴ്സിന് മാത്രമാണ്. അല്ലാത്തവർക്ക് പേഴ്സണൽ റീഡിംഗ് നമ്പർ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. പേഴ്സണൽ റീഡിംഗ് എടുക്കുന്നത് വഴി നിങ്ങളുടെ കാര്യത്തിനൊക്കെ ഒരു വ്യക്തത വരികയും യൂണിവേഴ്സിൻ്റെ ഒരു ഗൈഡൻസ് ലഭിക്കുകയും ചെയ്യും. ചാനലിലിടുന്നത് ജനറൽ റീഡിംഗ് ആണ്, അത് എല്ലാവർക്കും റെസനേറ്റ് ആവണമെന്നില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. കാർഡ്സ് എടുക്കാം. ഇന്ന് ഫുൾ മൂണാണ്. ഫുൾ മൂണിൻ്റെ എനർജിയിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെല്ലാം മാറ്റങ്ങളാണ് വരാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം. പ്രാർത്ഥിച്ചോളൂ. ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്യുക. ടെമ്പറൻസ് കാർഡാണ് ഫസ്റ്റ് വന്നേക്കുന്നത്. ഈ ഒരു ഫുൾ മൂൺ എനർജിയിൽ വളരെ പോസിറ്റീവോടുകൂടി ഒരു മാലാഖയുടെ ചിത്രമാണ് ടെമ്പറൻസിൽ വന്നേക്കുന്നത്. മിതത്വം എന്നുള്ളതാണ്. എല്ലാം ഒരു സമാധാനത്തിൽ വരിക, മിതത്വത്തിൽ വരിക, തുല്യതയിൽ പോകുക, എല്ലാത്തിനും ഒരു സമാധാനം ഉണ്ടാവുക, ഉള്ളതുകൊണ്ട് മുന്നോട്ട് പോവാൻ സാധിക്കുക എന്നൊക്കെയുള്ളൊരു സാഹചര്യം. അത് നിങ്ങളുടെ റിലേഷൻഷിപ്പിലാണെന്നുണ്ടെങ്കിലും എല്ലാ കാര്യത്തിനാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് എല്ലാം ഒരു ബാലൻസിങ്ങിൽ വരുന്ന ഒരു സാഹചര്യത്തിൽ കാണുന്നുണ്ട്. നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായിട്ട് വരും. മനസ്സമാധാനവും ഒരു സന്തോഷവും ഒരു എല്ലാം ഒരു പോസിറ്റിവിറ്റി നിങ്ങൾക്ക് അനുകൂലമായിട്ട് വരുന്നതായിട്ടാണ് ടെമ്പറൻസ് കാർഡ് സൂചിപ്പിക്കുന്നത്. ജസ്റ്റ് ഒരു കാർഡ് ജമ്പ് ചെയ്ത് പോയിട്ടുണ്ട്. ഓക്കെ, 6 ഓഫ് കപ്സ് ആണ്. പഴയ ചില റിലേഷൻഷിപ്പുകൾ അല്ലെങ്കിൽ പഴയ ബന്ധങ്ങൾ പുതുക്കാനുള്ള ഒരവസരങ്ങൾ വരികയാണ്. നിങ്ങളുടെ മുൻ കാലഘട്ടത്തിലെ ചില സുഹൃത്തുക്കളെയോ അല്ലെങ്കിൽ ജോലിയുടെ കാര്യത്തിലാണെങ്കിൽ പഴയ ചില ബന്ധങ്ങളൊക്കെ കൂടെ പഠിച്ചവരുമായിട്ടുള്ള ഒരു കൂടിക്കാഴ്ച അങ്ങനെയൊക്കെയുള്ളൊരു സാഹചര്യങ്ങൾ വരികയാണ്. അതേപോലെ 6 ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ പഴയ ഒരു പ്രണയബന്ധം നിങ്ങളിലേക്ക് വരുന്നതായിട്ട് അങ്ങനെയൊക്കെ നമുക്ക് പറയാം. ഒരുപാട് പിന്നിലോട്ടുള്ള ചില ബന്ധങ്ങളിൽ നിന്നുള്ള ഒരു റിലേഷൻഷിപ്പിലോട്ട് വരുന്നതായിട്ട് വരാം. വീണ്ടും ഒരു റീയൂണിയൻ, അവരുമായിട്ടൊരു റീയൂണിയൻ ഉണ്ടാകുന്നതായിട്ടുള്ളൊരു സാഹചര്യം വരാം. ഓക്കെ, അല്ലെങ്കിൽ കരിയറിലാണെങ്കിലും പഴയ ചില സുഹൃത്ത് ബന്ധങ്ങളുമായിട്ട് നിങ്ങൾക്ക് വീണ്ടും ജോലിയിൽ തുടരേണ്ട സാഹചര്യങ്ങൾ ഉണ്ടായേക്കാം. പഴയ ഒരു റിലേഷൻഷിപ്പൊക്കെ ഒരു റീയൂണിയൻ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു സാഹചര്യം, അങ്ങനെയൊക്കെയുള്ളൊരു കാര്യങ്ങളിലോട്ട് വരാം. അതേപോലെ 2 ഓഫ് വാണ്ട്സ് സൂചിപ്പിക്കുന്നത് എന്ത് കാര്യവും നിങ്ങളുടെ കാര്യം യൂണിവേഴ്സിൻ്റെ ഒരു ഗൈഡൻസ് ആയിട്ട് എടുക്കാം. എന്ത് കാര്യവും ആലോചിച്ച് ചിന്തിച്ച് പ്രവർത്തിക്കുക എന്നുള്ളതാണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ആലോചിക്കാതെ മുന്നും പിന്നും എടുത്ത് ചാടാതെ എന്ത് കാര്യവും മനസ്സിലിട്ട് ഇരുത്തി 2 തവണയെങ്കിലും ആലോചിച്ച് നിങ്ങൾ അതിനെക്കുറിച്ച് മുന്നോട്ട് പോവുക. മനസ്സിൽ ഉള്ള ഓവർ തിങ്കിങ് ഉണ്ടല്ലോ, ഒരു കാര്യം തന്നെ ഇട്ട് പലതവണ കുത്തി ചിന്തിക്കുക, അല്ലെങ്കിൽ നമ്മൾ പല ആംഗിളിൽ ഓവർ തിങ്കിങ് ചെയ്യുക, അത് അവസാനിപ്പിക്കുക. സമാധാനത്തോടു കൂടി ഫസ്റ്റ് കിട്ടിയതുപോലെ ടെമ്പറൻസ്, സമാധാനമാണ് നമ്മൾക്ക് വേണ്ടുന്നത്. അപ്പോൾ കാര്യങ്ങൾ സമാധാനത്തോടു കൂടി സമചിത്തതയോടുകൂടി ചിന്തിച്ച് പെരുമാറുക എന്നുള്ളതാണ്. ഓവർ തിങ്കിങ് വേണ്ട, എന്നാൽ കാര്യങ്ങൾ നല്ല രീതിയിൽ വിശകലനം ചെയ്തിട്ട് വേണം നിങ്ങൾ മുന്നോട്ട് പോകാനായിട്ട്. ഓക്കെ, അപ്പം നമുക്ക് കൂടുതൽ വ്യക്തത ലഭിക്കുകയും ചെയ്യും. വളരെ ക്ലാരിറ്റിയോടുകൂടി നമുക്ക് മുന്നോട്ട് പോവാനും സാധിക്കും. 8 ഓഫ് കപ്സ് ആണ്
റിലേഷൻഷിപ്പിൽ സ്നേഹം കൊണ്ടുള്ള ആ ഒരു സമാധാനക്കേടൊക്കെ മാറി നിങ്ങൾക്ക് ഈ ഒരു ഗ്രഹണചന്ദ്രൻ ഇവിടെ നിൽക്കുന്നത് കൊണ്ട് നിങ്ങൾ ഗ്രഹണ സമയം കഴിഞ്ഞു. 8 എന്ന നമ്പർ എന്ന് പറയുമ്പോൾ ഒരു വികാസത്തെ സൂചിപ്പിക്കുന്നു. നിങ്ങൾ നെക്സ്റ്റ് സ്റ്റേജിലോട്ട് പോകുന്ന ഒരു സാഹചര്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ സ്നേഹം കൊണ്ട് ഒരുപാട് നിങ്ങൾ കപ്പെന്ന് പറയുമ്പോൾ വാട്ടർ എലമെൻ്റാണ്, സ്നേഹത്തെ സൂചിപ്പിക്കുന്നു. ഒരുപാട് നിരാശ നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ മറികടന്ന് മുന്നോട്ട് പോവാനായിട്ടൊക്കെയുള്ളൊരു സമയമാണ്. മനസ്സുകൊണ്ട് നിങ്ങൾക്കിപ്പം എല്ലാം എനിക്ക് മതിയായി, ഇനി എനിക്കൊന്നും വേണ്ട, സ്നേഹം കൊണ്ട് നിങ്ങൾ ഒരുപാട് പാഠം പഠിച്ചു, ഇനി എന്തെങ്കിലും ആവട്ടെ എന്നുള്ള രീതിയിൽ നിങ്ങൾ മുന്നോട്ട് നടക്കുകയാണ്. എന്നിരുന്നാലും നഷ്ടപ്പെട്ടതൊക്കെ നിങ്ങളിലോട്ട് തന്നെ തിരിച്ചു വരാനുള്ള ഒരു സാധ്യതയും 8 എന്ന ഈ ഒരു നമ്പർ സൂചിപ്പിക്കുന്നു. 8 ഓഫ് കപ്സ് എന്ന് പറയുന്ന ഈ ഒരു സാഹചര്യം നിരാശയാണെന്നുണ്ടെങ്കിലും തീർച്ചയായും ഇതിൽ നിന്നൊരു പുതിയ വേ നിങ്ങളിലേക്ക് തുറക്കാനുള്ളൊരു സാഹചര്യം കാണുന്നുണ്ട്. അതെ, പേജ് ഓഫ് വാൺസ് ആണ്. പേജ് ഓഫ് വാൺസ് എന്ന് പറയുന്നത് നിങ്ങൾ വിജയിച്ച് നിൽക്കുന്ന ഒരു വ്യക്തി തന്നെയാണ്. നിങ്ങളൊന്നും വിട്ടുകൊടുക്കാൻ തയ്യാറല്ല, നിങ്ങളും അത് വീണ്ടും പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. ശുഭാപ്തി വിശ്വാസം, അതാണ് നിങ്ങളുടെ മുഖമുദ്ര. കാരണം നിങ്ങൾ ജീവിതത്തിൽ ഒരുപാട് ദുഃഖങ്ങൾ അനുഭവിച്ച് കഴിഞ്ഞു, വിജയിച്ച് നിൽക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ ഇനിയുള്ള പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ഒന്നുമല്ല എന്നുള്ളൊരു തോന്നൽ, നിങ്ങൾക്കൊരു കോൺഫിഡൻസോട് കൂടിയാണ് നിങ്ങൾ നിൽക്കുന്നത് എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മുന്നോട്ട് വിജയിക്കാൻ സാധിക്കും എന്നുള്ളത് തന്നെയാണ്. ഇനി നിങ്ങളുടെ ജീവിതത്തിൽ മുന്നോട്ടൊരു സക്സസിൻ്റെ ഒരു സമയമായിരിക്കാം വരുന്നത് എന്നുള്ളത് ഈ ഒരു കാർഡ് സൂചിപ്പിക്കുന്നു. ഓക്കെ, കരിയറിലാണെങ്കിലും ഒരു ഉന്നത ജോലി, നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെയുള്ള ഒരു ജോലി, അല്ലെങ്കിൽ റിലേഷനിലാണെങ്കിലും എല്ലാം നിങ്ങളിലോട്ട് പോയവരെല്ലാം തിരിച്ച് നിങ്ങളിലോട്ട് തന്നെ വരുന്ന ഒരു സമയമായിട്ടാണ് കാണുന്നത്. ഓക്കെ, ദ വേൾഡ് കാർഡാണ് വന്നേക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ ജീവിതത്തിൽ വിജയിച്ച് നിൽക്കുന്നവരാണ്. എല്ലാ മേഖലകളിൽ നിന്നും നിങ്ങൾ എല്ലാ പാഠങ്ങളും ഉൾക്കൊണ്ട് വിജയിച്ച് നിൽക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ ഒരു കഷ്ടകാലത്തിൻ്റെ ഒരു സർക്കിൾ അവസാനിച്ചു. ഒരു ഫുൾഫിൽമെൻ്റ് ആണ് നിങ്ങൾക്ക്, ഒരു കംപ്ലീഷൻ. എല്ലാത്തിനകത്തും നിങ്ങൾക്ക് നല്ലൊരു പുതിയൊരു തുടക്കമാണ് ഇനി ഉണ്ടാവാൻ പോകുന്നത്. കാരണം ഏറ്റവും ടോപ്പായിട്ടുള്ള മേജർ ആർക്കാന കാർഡാണ്. ഇനി നിങ്ങൾക്ക് മുന്നോട്ട് നല്ലൊരു സക്സസിൻ്റെയും ഒരു സന്തോഷവും സമാധാനത്തിൻ്റെയും റിലേഷൻഷിപ്പിലാണെങ്കിലും എല്ലാം ഒരു ഫുൾഫിൽമെൻറ്റ് നിങ്ങൾക്ക് കിട്ടും എന്ന് തന്നെയാണ്. അതിലൂടെ ചില ഗൈഡൻസും കൂടിയാണ് പറയുന്നത്. ആലോചിച്ച് ചിന്തിച്ച് പ്രവർത്തിക്കുക. ഓവർ തിങ്കിങ് നിങ്ങൾ ചെയ്യരുത്. ഒരു കാര്യം തന്നെ നമ്മൾ വേണ്ട രീതിയിൽ നമ്മൾ ചിന്തിക്കും, വേണ്ടാത്ത രീതിയിൽ നമ്മൾ ചിന്തിക്കും. വേണ്ട രീതിയിൽ മാത്രം നിങ്ങൾ ചിന്തിച്ച് പ്രവർത്തിക്കുക എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, അതേപോലെ വീണ്ടും ആത്മാർത്ഥതയോടെ എന്ത് കാര്യവും നിങ്ങൾക്ക് ആത്മാർത്ഥതയുള്ളവരാണ്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങളെ വിജയവും നിങ്ങളെ സക്സസ്സും അവിടെ തന്നെ കാണിക്കുന്നുണ്ട്. കാരണം നിങ്ങൾ അമിതമായിട്ട് ധനം ആർഭാടം കാണിച്ച് ചിലവാക്കുന്ന ഒരു വ്യക്തിത്വമല്ല. അങ്ങനെ ചെയ്യരുത് എന്നുകൊണ്ടും ഈ ഒരു കാർഡ് സൂചിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ സേവ് ചെയ്യുക, മണി സേവ് ചെയ്യുക. നിങ്ങൾ കഷ്ടപ്പെടുന്ന ഓരോ കാശിനും വിലയുണ്ട്. അത് നിങ്ങൾ നോക്കിക്കണ്ട് ചിലവാക്കുക എന്നുള്ളതാണ് 8 ഓഫ് പെൻറ്റിക്കിൾസ് സൂചിപ്പിക്കുന്നത്. ഓക്കെ, അപ്പം നിങ്ങളുടെ സാഹചര്യത്തിൽ നിങ്ങളുടെ ആവശ്യങ്ങൾക്കും ധനം സേവ് ചെയ്യുക. അതിൽ നിന്ന് നിങ്ങൾക്കൊരു വരുമാനം ലഭിക്കുക തന്നെ ചെയ്യും. ഒരു വികാസം ഉണ്ടാവും. നിങ്ങൾക്ക് അടുത്ത തലത്തിലോട്ട് നിങ്ങൾക്ക് പോവാൻ പറ്റും. നിങ്ങളുടെ ഈ കഷ്ടപ്പാടിനൊക്കെ ഒരു അവസാനമുണ്ട്. നിങ്ങൾ കഷ്ടപ്പെട്ടതിൻ്റെയൊക്കെ ഒരു ഫലം നിങ്ങളിലേക്ക് വരാൻ പോകുന്നു എന്ന് ഈ ഒരു കാർഡ്സ് സൂചിപ്പിക്കുന്നുണ്ട്. ഒരുപാട് നാൾ നിങ്ങൾക്കായിട്ട് ജീവിച്ചിട്ടില്ല ഇതുവരെയ്ക്കും. നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഇത്രയും നാൾ ജീവിച്ചതെങ്കിൽ ഇനി നിങ്ങൾ കഷ്ടപ്പെട്ടതിൻ്റെ ഒരു ഫലം യൂണിവേഴ്സ് നിങ്ങൾക്ക് തരാൻ പോകുന്നു. അത് യൂണിവേഴ്സിൻ്റെ കയ്യിലുള്ള ഒരു സന്തോഷം, ഒരു സ്നേഹമാണ് നിങ്ങളിലോട്ട് വരാൻ പോകുന്നത്. കാരണം നിങ്ങൾക്ക് വേണ്ടി ഇതുവരെയും ഒന്നും ചെയ്തിട്ടില്ല. മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചവരാണ് നിങ്ങൾ. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി യൂണിവേഴ്സ് പ്രവർത്തിക്കാൻ പോകുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതെ, പറഞ്ഞല്ലോ, നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി അല്ലെങ്കിൽ നിങ്ങളെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടു. അതിൻ്റെയൊക്കെ ഒരു ഫലം നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നു. 10 ഓഫ് പെൻറ്റിക്കിൾസ്, കുടുംബവുമായിട്ടൊരു സന്തോഷം, സമാധാനം, ഒരു സേഫ്റ്റി, കുടുംബത്തിന് വേണ്ടി ഒരു സുരക്ഷിതത്വം എല്ലാം നിങ്ങളിലോട്ട് വരാൻ പോകുന്നു എന്നുള്ളതാണ്. കുടുംബവുമായിട്ടൊരു ഒത്തുചേരൽ, വളരെ സന്തോഷം. ഇത്രയും നാൾ നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരുന്ന ഒരു കഷ്ടപ്പാടിൽ നിന്നെല്ലാം ഒരു ഒത്തൊരുമയും സന്തോഷവും സെലിബ്രേഷനും ഒക്കെ ഒരു സെക്യൂരിറ്റിയും എല്ലാം നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നു. നമുക്ക് അടുത്ത ഒരു കാർഡ്സ് കൂടെ നോക്കാം.
ടു ഓഫ് പെൻഡിക്കിൾസ്, 8 ഓഫ് വാണ്ട്സ്, ദ ഫൂൾ കാർഡാണ് വന്നേക്കുന്നത്. അപ്പോൾ എനിക്കിവിടെ കിട്ടുന്നത് നിങ്ങൾ ഇത്രയും നാൾ നിങ്ങൾക്ക് ശക്തമായിട്ടുള്ള നിങ്ങൾക്ക് തിരിച്ചുവരവാണ് നിങ്ങളിലേക്ക് ഇനി വരാൻ പോകുന്നത്. അതേപോലെ റിസ്ക് എടുക്കാൻ തയ്യാറാവുക, റിസ്ക് എടുത്ത് നിങ്ങൾ മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. പേടിച്ച് നിങ്ങൾ മാറി നിൽക്കേണ്ട സാഹചര്യമല്ല. നിങ്ങൾ റിസ്ക് എടുത്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീണ്ടും ഒരു ന്യൂ ബിഗിനിങ് ഉണ്ടാവും എന്നും കാണിക്കുന്നുണ്ട്. ബ്ലോക്കേജ് ആയിട്ട് ഇത്രയും നാളൊരു ബാലൻസിങ് ഇല്ലാതെ ഒരറ്റവും രണ്ടറ്റവും കൂട്ടിമുട്ടാത്തൊരവസ്ഥയാണെന്നുണ്ടെങ്കിൽ ഇത് റിവേഴ്സ്ഡ് ആയിട്ട് വരുമ്പോൾ ഇത് നിങ്ങൾക്ക് അനുകൂലമായിട്ട് വരുന്ന എല്ലാ സാഹചര്യങ്ങളും നിങ്ങൾക്കിപ്പോൾ അനുകൂലമായിട്ടാണ് നിൽക്കുന്നത് എല്ലാ കാര്യത്തിലും. അപ്പം ആ ഒരു സാഹചര്യം നമ്മൾക്കൊരു അവസരം വരുമ്പോഴല്ലേ നമ്മളത് യൂട്ടിലൈസ് ചെയ്യേണ്ടത്. നല്ലൊരു സമയം വരുമ്പം ഏത് സാഹചര്യത്തിലാണെങ്കിലും അത് നമ്മൾ യൂട്ടിലൈസ് ചെയ്യുക, അത് നമ്മൾ നല്ല രീതിയിൽ വിനിയോഗിക്കുക. എന്നാൽ മാത്രമേ നമുക്ക് അടുത്തൊരു വിജയവും യൂണിവേഴ്സ് നമുക്ക് അതിലൂടെ തരികയുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതാണ് എനിക്ക് ഇന്ന് ഫുൾ മൂണിൻ്റെ എനർജി. എല്ലാം പോസിറ്റീവായിട്ടാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. കുടുംബജീവിതമാണെങ്കിലും കരിയർ ആണെങ്കിലും നഷ്ടപ്പെട്ടതൊക്കെ തിരിച്ചു വരുന്ന ഒരു സമയമാണ്. എല്ലാം അനുകൂലമായിട്ട് നിൽക്കുന്ന ഒരു സമയമായിട്ട് എനിക്ക് കാണുന്നു. വളരെ പോസിറ്റീവായിട്ടാണ് എല്ലാവർക്കും ഫുൾ മൂണിൻ്റെ ഒരു എനർജി കിട്ടുന്നത്. ഏഞ്ചൽസിൻ്റെ ഒരു ഗൈഡൻസ് എന്താണ് എന്ന് നമുക്കൊന്ന് നോക്കാം. ഒരു കാർഡ് ജമ്പ് ചെയ്ത് പോയിട്ടുണ്ട്. ദെയർ ഈസ് സംതിങ് ബെറ്റർ എന്നുള്ളതാണ്. ഇപ്പം നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു സമാധാനക്കേടിൽ നിന്ന് ബെറ്റർ ആയിട്ടുള്ളൊരു സമയം നിങ്ങൾക്ക് ഉണ്ടാകും എന്ന് തന്നെയാണ് ഏഞ്ചൽസ് നിങ്ങളോട് പറയുന്നത്. അതെ, മെഡിറ്റേഷൻ, നന്നായിട്ട് മെഡിറ്റേഷൻ നിങ്ങൾ ചെയ്യുക. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്കുള്ള ഉത്തരം യൂണിവേഴ്സ് നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവന്ന് തരും എന്നുള്ളതാണ്. കഷ്ടകാലം വരുന്നതും എല്ലാം പ്രാർത്ഥിക്കുന്നെന്ന് പറയുമ്പോൾ നമ്മുടെ ഓറയെ ശക്തിപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. നമുക്ക് കഷ്ടകാലം വരുമ്പോൾ നമുക്ക് മുൻകൂട്ടി അറിയിച്ചു തരുന്നു. നമുക്ക് പ്രാർത്ഥനയിലൂടെ നമ്മുടെ കഷ്ടകാലങ്ങൾ നമ്മളിപ്പോൾ കണ്ണിൽ കൊള്ളാനുള്ളത് ചിലപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ ചിലപ്പോൾ അത് തട്ടിപ്പിരിവത്ത് കൊള്ളും അല്ലേ എന്ന് പറഞ്ഞതുപോലെ നിങ്ങൾ പ്രാർത്ഥിക്കുക. മെഡിറ്റേഷൻ ബ്രിങ് ആൻസേഴ്സ് എന്നാണ് പറയുന്നത്. അതേപോലെ വിട്ടുവീഴ്ച മനോഭാവം കാണിക്കുക. ക്ഷമയാണ് ഈശ്വരൻ്റെ മുമ്പിൽ വലുത്. ഇപ്പം ക്ഷമയാണ് ആർക്കും ഇല്ലാത്തത് അല്ലേ. അക്ഷമ കാരണം എന്തെല്ലാം അപകടങ്ങളാണ് നമുക്കുണ്ടാവുന്നത്. അപ്പം നമ്മൾ എന്താണ് വേണ്ടുന്നത്? ക്ഷമയാണ് വേണ്ടുന്നത്. ഭൂമിയോളം നമ്മൾ ക്ഷമിക്കുക. നമ്മൾ ക്ഷമിക്കുമ്പം നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ ചിലപ്പം ചെറുതാവുമെങ്കിലും ഈശ്വരൻ്റെ മുമ്പിൽ നമ്മൾ വലുതാവുകയാണ് ചെയ്യുന്നത്. ക്ഷമ കൊണ്ടേ നമുക്കൊരു വിജയം ഉണ്ടാവുകയുള്ളൂ. ഓക്കെ, റീകൺസിഡർ. നിങ്ങൾ ക്ഷമിക്കുമ്പോൾ നിങ്ങൾക്ക് വീണ്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പിലൊക്കെ ഒരു റീകൺസിഡർ വരും. നിങ്ങൾക്കൊരു റീയൂണിയൻ ഉണ്ടാകാനുള്ളൊരു സാഹചര്യമായിട്ടാണ് ഏഞ്ചൽസ് കാർഡ് കാണിച്ചു തരുന്നത്. എല്ലാ കാര്യത്തിലും ക്ഷമ കാണിക്കുക. നമുക്ക് നഷ്ടപ്പെട്ടതെല്ലാം നമുക്ക് തിരിച്ചു പിടിക്കാനായിട്ട് നമ്മുടെ ക്ഷമ കൊണ്ട് നമ്മളെ സഹായിക്കും എന്നുള്ളതാണ് ഏഞ്ചൽസും യൂണിവേഴ്സും നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന ഇന്നത്തെ ഫുൾ മൂൺ മെസ്സേജ്. ഓക്കെ, ഈ പോസിറ്റിവിറ്റി എല്ലാവരും ക്ലെയിം ചെയ്യുക. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മറ്റൊരു റീഡിങ്ങുമായിട്ട് നാളെ കാണാം. Thank you.